ഇന്നലെ മുതലായിരുന്നു മലബാറിലെ ട്രെയിൻ യാത്രാ പ്രശ്നത്തിന് ആശ്വാസമായി പുതിയ പാസഞ്ചർ ട്രെയിൻ ഓടിത്തുടങ്ങിയത്. പരശുറാമിനും നേത്രാവതിക്കും പിന്നാലെയാണ് വണ്ടി കോഴിക്കോട്ടെത്തിയതെങ്കിലും യാത്രക്കാരെ കൊണ്ട് കോച്ചുകൾ നിറഞ്ഞു. കൂകി വിളിച്ച് പുതിയ പാസഞ്ചർ ട്രെയിൻ കോഴിക്കോട്ടെ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. റെയിൽവേ ജീവനക്കാരും യാത്രാ സംഘടനകളും പുഷ്പവൃഷ്ടി നടത്തിയും പൊന്നാടയണിയിച്ചും സ്വീകരിച്ചു. BJP പ്രവർത്തകരും ട്രെയിൻ സ്വീകരിക്കാനെത്തി. അവഗണന നേരിടുന്ന മലബാറിന് നേരിയ ആശ്വാസം. 10 ജനറൽ കോച്ചുകൾ, നിറയെ യാത്രക്കാർ. ഇനിയും യാത്രാ വണ്ടികൾ വേണമെന്ന ആവശ്യം അടിവരയിടുന്നു. റിപ്പോർട്ടർ TVക്കും അഭിനന്ദനങ്ങൾ. കുറേ തൊട്ടും ബാക്കിൽ വന്നിട്ട് ഇത്രയും ഹെവി റഷാണ്. തീർച്ചയായിട്ടും ഇത് ഓടേണ്ടി വരും, കാരണം അത്രയും പാസഞ്ചർ ഉണ്ട്. ശരിക്കും ബംഗ്ലാദേശിലൊക്കെ അനുഭവിക്കുന്ന അനുഭവമാണ്. തീവണ്ടിയുടെ മുകളിൽ കയറാനുള്ള പരിശീലനം മാത്രം നേടിയിട്ടില്ല എന്നുള്ളൂ. ഇനിയും 80% തീവണ്ടികളുടെ അപര്യാപ്തത ഉണ്ട്. കേരളത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടർ TV എന്നും കൂടെ നിന്നിട്ടുണ്ട്. ഓഫീസ് സമയം കഴിഞ്ഞ് കോഴിക്കോടെത്തുന്ന യാത്രക്കാർക്ക് അനുയോജ്യമായ സമയമാണ്. ഈ സമയം നല്ല സമയമാണ്. കാരണം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു സ്കൂളൊക്കെ വിടുന്ന ടൈമായിരിക്കും. ഇവിടെ ഇപ്പം ജോലി കഴിഞ്ഞ് ഇറങ്ങുന്ന ജീവനക്കാർ, വനിതകൾ, അവർക്കെല്ലാം വീട്ടിലെത്താൻ എളുപ്പമായിരിക്കും. സർവീസ് കാസർഗോഡ് വരെ നീട്ടണമെന്ന ആവശ്യവും സജീവമായി. ദീർഘനാളത്തെ ആവശ്യങ്ങൾക്ക് ശേഷമാണ് മലബാറിന് പുതിയൊരു യാത്രാ ട്രെയിൻ അനുവദിക്കപ്പെടുന്നത്. മലബാറിലെ യാത്രാ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും ആശ്വാസം പകരുന്നതാകും ഈ ട്രെയിൻ. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേക്കരയ്ക്കൊപ്പം റിപ്പോർട്ടർ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.